പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധി. ഞാൻ കൊല്ലം LED സെൻറ്ററിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ യു ഷേപ്പിൽ ചെയ്യുന്ന ലൈറ്റിൻ്റെ കണക്ഷനും ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പിക്സൽ LED സ്ട്രിപ്പുകൾ യു ഷേപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്ത് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പം ബസ്സിൻ്റെ വലിയ ബസ്സിൻ്റെ ആയാലും ചെറിയ ബസ്സിൻ്റെ ആയാലും സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കാണ് ആ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്ക് കൊടുക്കുന്ന മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു കണക്ഷനും പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ ഈ കാണുന്നത് SP1070 എന്ന് പറയുന്ന മ്യൂസിക് കൺട്രോളറാണ്. ഈ ഉപയോഗിച്ചിരിക്കുന്നത് 5 വോൾട്ടിൻ്റെ പിക്സൽ സ്ട്രിപ്പാണ്. ഏതാണ്ട് 150 LED അല്ലെങ്കിൽ 120 LEDയോളം ഒരു സൈഡിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ രണ്ട് സൈഡിലൂടെ ഒരു സൈഡിലേക്ക് 150, മറ്റേ സൈഡിലേക്ക് 150 ആണെങ്കിൽ ആകെ മൊത്തം 300 LED. അപ്പോൾ ഒരു 5 മീറ്ററിൻ്റെ സ്ട്രിപ്പ് മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി 120 ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോഴെങ്കിൽ കുറച്ച് അധികം വരുമെന്ന് മാത്രം. അതിനുശേഷം ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് SP1070 എന്ന് പറയുന്ന ഒരു കൺട്രോളറിലേക്കാണ്. ഈ ഒരു കൺട്രോളറിന് 5 വോൾട്ട് DC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ 5 വോൾട്ട് DC സപ്ലൈ തന്നെ 2 LED സ്ട്രിപ്പിനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺട്രോളറിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന ഡേറ്റ എടുത്ത് ഈ രണ്ട് സ്ട്രിപ്പിനും, രണ്ട് വശത്തേക്കുള്ള സ്ട്രിപ്പിനും നമ്മൾ പാരലലായിട്ടാണ് ഡേറ്റ കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഈ ഒരു കൺട്രോളറിൻ്റെ ഔട്ടിൽ നിന്ന് കിട്ടുന്ന പവർ ഈ ഒരു LED പവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. പകരം ഈ പവർ സപ്ലൈയിൽ നിന്ന് തന്നെ പാരലലായിട്ട് സ്ട്രിപ്പ് പവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഓട്ടോ മോഡിലാണ് നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ LED കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. അത് പ്ലേ സ്റ്റോറിൽ നമുക്ക് കിട്ടും. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഓൾ എഫക്ട്സ് മ്യൂസിക് മോഡ് ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യും. ഇനി ലൈറ്റ് ഓൺ ആക്കിയ ശേഷം ഇതിൻ്റെ കണക്ഷൻസ് ഡീറ്റെയിൽഡായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഈ കണക്ഷൻ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ ഒരു SP1070 കണക്ഷൻ കൊടുക്കുന്നത് ബാറ്ററിയിൽ നിന്ന് ഒരു കൺവേർട്ടർ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ കൺവേർട്ടറിൽ നിന്നാണ് ഈ ഒരു SP1070 കണക്ഷൻ കൊടുക്കുക. കൺവേർട്ടർ 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ടിലേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. അതിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള 5 വോൾട്ട് DC ആണ് നമ്മളുടെ ഈ ഒരു കൺട്രോളറിൽ ഇവിടെ ആയിട്ട് കൊടുക്കുക. ഇവിടെ 5 പ്ലസ് മൈനസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്ലസും മൈനസും നോക്കി അത് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതേ സപ്ലൈയിൽ നിന്ന് തന്നെ വരുന്ന വയറാണ് ഇത് LED റൈറ്റ് സൈഡിലേക്ക് പോണത്, ഇത് LED ലെഫ്റ്റ് സൈഡിലേക്ക് പോണത്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്ലസ് ജോയിൻ ചെയ്ത് പവർ സപ്ലൈയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും മൈനസ് ജോയിൻ ചെയ്ത് പവർ സപ്ലൈയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഈ ഒരു കൺട്രോളറിൽ നിന്ന് 3 കണക്ഷൻ ഇവിടെ കണക്ടർ ഉപയോഗിച്ച് എടുത്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളത് രണ്ടും വിട്ടിട്ട് നമ്മൾ ഈ ഒരു പച്ച വയർ മാത്രമാണ് അവിടെ രണ്ട് സൈഡിലേക്കുമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റൈറ്റ് സൈഡിലേക്കുള്ള രണ്ട് സ്ട്രിപ്പിനും ഒരേ കണക്ക് തന്നെ ഡേറ്റ കിട്ടുകയും ഒരു യു ഷേപ്പിലുള്ള വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ LED സെറ്റ് ചെയ്യാൻ വേണ്ടി മേടിക്കുമ്പോൾ നിങ്ങൾ 5 മീറ്റർ സ്ട്രിപ്പ് മേടിക്കണം, ഒരു കൺട്രോളർ മേടിക്കണം SP1070, ഒരു DC to DC കൺവേർട്ടർ മേടിക്കണം. ഈ 3 സാധനം മേടിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു സംഗതി ചെയ്യാനായിട്ട് പറ്റുക. ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടുന്നത്. നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് ഈ ഒരു LED റോളായിട്ടായിരിക്കും. പിന്നെ ഈ ഒരു കൺട്രോളർ, പിന്നെ അതിൻ്റെ DC to DC കൺവേർട്ടർ. DC to DC കൺവേർട്ടർ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനകത്ത് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഔട്ട്പുട്ട് 5 വോൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ലോഡ് കണക്ട് ചെയ്യുക. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കൺട്രോളറിനെയും LED സ്ട്രിപ്പിനെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് കറക്റ്റിന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കണം എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഗതി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ വീഡിയോയുടെ ലിങ്കോ മറ്റോ ഒന്ന് ജസ്റ്റ് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഈ ഒരു സാധനം കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും. നേരിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വാങ്ങിക്കാനാണെങ്കിൽ കൊല്ലം കുണ്ട്ര ആശുപത്രി മുക്കിലാണ് ഷോപ്പുള്ളത്. ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം. കൊറിയർ അയക്കുകയാണെങ്കിൽ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ അടുത്ത വർക്കിംഗ് ഡേയിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.